ഈ വണ്ടി ഓണർ ഉണ്ടോ ഈ മെക്കാനിക്കൽ സൈഡ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്തിട്ടുള്ളേ? ആ ബാക്കിൽ സിസ്റ്റം കൊണ്ടല്ലോ. കണ്ണാപ്പി വണ്ടിയെ പറ്റി ആളൊരു വെഹിക്കിൾ കാർ എന്തൂസിയാസിസ്റ്റ് ആണ്. തുടങ്ങാം. അതെ നിങ്ങൾ വണ്ടിയെ പറ്റി ഒരു ഇൻട്രോ Good evening everybody, good evening ladies and gentlemen. Welcome to the Auto Expo 2025. Sarava. Now we have our guests, Bharat Chandra and Chandra Boss. Right now they are evaluating custom vehicles. We request all the custom owners of the cars to stand next to the car and explain about the car. സ്റ്റാർട്ട് ചെയ്യണം. ഈ സൈഡിൽ തുടങ്ങാം നമുക്ക്. ഈ സൈഡിൽ തുടങ്ങി. ഈ വരിയിൽ നിന്ന് തുടങ്ങി നീ ചത്തത് പൊങ്ങുന്നത്. ഇതിന് ഓണേഴ്സ് എവിടെ? ഓണേഴ്സ് ഇല്ലേ? Requesting all the owners to stand. എല്ലാരും ബാക്കി മാറിയോ? നമുക്ക് വേണ്ടി മാറി. ഹലോ ബാക്കി എല്ലാരും സൈഡിൽ മാറിയോ? അവരെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് വരാവോ? ഹലോ മലയാളത്തിൽ പറയൂ. I repeat, requesting all the owners of the cars to stand right beside their cars because the evaluation has started. ഓക്കെ അല്ല നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഒരു വണ്ടി ഓണർ ഇല്ലെങ്കിൽ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? എങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മുതലാളിമാരും ഇത് ഏത് സൈഡിൽ നിന്ന് എന്നാ ആ സൈഡിൽ നിന്ന് തുടങ്ങാം. ആ സൈഡിൽ ആ ഓക്കെ എല്ലാ മുതലാളിമാരും വണ്ടിയുടെ അടുത്ത് ഇതിന്റെ ഇത് നീ വണ്ടിയുടെ മുതലാളിമാരെല്ലാം വണ്ടിയുടെ അടുത്ത് വന്നിരിക്കേണ്ടതാണ്. ഞാനിപ്പോ സ്യൂട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഹലോ ആ ഓക്കെ ഓക്കെ ഹലോ പെട്ടിയില്. ആ സാർ നൈസ് 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 സാറേ. അപ്പൊ Now the guests are evaluating the first car. ആ ഈ വണ്ടി ഓണർ ഉണ്ടോ? ഓണർ ഇല്ല സാർ നമുക്ക് അടുത്തുണ്ടോ? ഇതിന് ഓണർ അല്ലേ? അടുത്തേക്ക് വരും. ആ അടുത്ത കഴിഞ്ഞടാ ഓക്കെ, ഇത് താങ്കളാണോ അതിന്റെ ഓണർ? എല്ലാം എന്താ പേര് താങ്കളുടെ? കേട്ടില്ല. സായി. Evaluating Sorry, car okay, number okay. 2. ആ ഓക്കെ ഓക്കെ സാഹിബ്. പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷൻ. ഓക്കെ. എനി പെക്യുലാരിറ്റി ഓർ എനി സ്പെഷ്യൽ തിങ് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ? എങ്ങനെയൊക്കെയാണ് അഡീഷണൽ സ്പെക് ആയിട്ട് വണ്ടിയിൽ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ആ വേറെ കോസ്മെറ്റിക് വൈസ് സ്റ്റിക്കേഴ്സും വേറെ വൈറ്റ് ബോഡി ചെയ്തിട്ടുണ്ടല്ലേ? നമ്മള് ഈ മെക്കാനിക്കൽ സൈഡ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്തിട്ടുള്ളേ? ട്യൂൺഡാണോ? സ്പെഷ്യൽ തിങ് ബാക്കിലോട്ട് വന്നാ കാണിക്കുക. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓ സോ ഇത് ലുക്ക് നിങ്ങൾ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ട്യൂണ്ടും സംഭവങ്ങളും വണ്ടി മെക്കാനിക് സൈഡ് കൊള്ളാം. സാറേ അത് അതിവിടെ അതൊക്കെ ഉണ്ടാവും സാർ. മകളെ എന്നോസാന്നോ ചോദിച്ചേ? നമുക്ക് ബാക്കിയുള്ളവരൊന്നും മാറി നിൽക്കണം. ഉണ്ടോ ഇതിനകത്ത്? ഈ ഫ്ലവേഴ്സിന്റെ എന്തെങ്കിലും സ്പെഷ്യൽ തിങ്? ഫ്ലവേഴ്സ്. ജപ്പാൻ ടീമാണ്. ഓക്കെ ഓക്കെ. ഒരു അനിമേ ഫാൻ ആണോ താങ്കൾ? അതെ അതെ. സാറേ വണ്ടിയുടെ സാറേ ഇതിന്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാൻ പറ്റുമോ? ഇത്ര ട്യൂൺഡ് വണ്ടിയല്ലേ? എഞ്ചിനാണ് പുറകിലുണ്ടായിരുന്നത്.
അല്ല ഓക്കെ ഓ ഐ മീൻ സോറി നമ്മൾ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എക്സൈറ്റഡ് ആയിട്ട് അല്ലല്ല ചന്ദ്ര വെഹിക്കിളിന്റെ ഓണർ പോലും എഞ്ചിൻ 2 കാണിച്ചു തരാൻ പറഞ്ഞപ്പോ ബോണറ്റ് തുറന്ന് ഡിക്കി കാണിച്ചു തന്നെ. സത്യം സാർ നോട്ട് ദ പോയിന്റ്. ഞാൻ അതിന് വേണ്ടിട്ട് കൂടിയാണ് ആ ചോദ്യം ചോദിച്ചത് സാർ. അതെ ആ സാറേ Evacuating car number 3. ഓക്കെ ഇതിന്റെ ഓർഡർ ആരാണ്? ഓക്കെ ഓക്കെ ഇപ്പൊ ഈ വണ്ടിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വണ്ടി ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഏത് ബ്രാൻഡ്? എക്സാൻഡിസിൽ തന്നെ 1 and only piece ആണ്. ഓക്കെ ഈ തീമിനുള്ള എനിക്ക് സ്പെഷ്യാലിറ്റി ബ്ലാക്ക് ആൻഡ് റെഡ്. ബ്ലാക്ക് ആൻഡ് റെഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ രണ്ടെണ്ണമാണ്. ബ്ലാക്ക് ആൻഡ് റെഡ്. ഓക്കെ എന്റെ ഹെയറിന്റെ കളറും ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഓക്കെ വണ്ടി ഈ ഒരു മോഡൽ ചെയ്യാനുള്ളൊരു കാരണം മകളെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു മകളെ? നിങ്ങളോട് വാല്യൂ ചെയ്യണം കേട്ടോ, സീരിയസ് ആയിട്ട് വാല്യൂ ആണ്. ലോ ഗ്രാഫിക്സ് അല്ല ഇത്, ഹൈ ഗ്രാഫിക്സ്. നമ്മള് ഫുള്ളി കസ്റ്റമൈസ്ഡ് നിങ്ങള് ഇത് കസ്റ്റം കിറ്റ് ആണോ? ഇത് ഫുള്ള് നട്ടും ബോൾട്ടും ചെയ്ത് നമ്മൾ പണിഞ്ഞെടുത്തതാണ്. ഓക്കെ 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 ഒരു കാര്യം ചോദിച്ചായിരുന്നു, കസ്റ്റം കിറ്റ് ആണോ? കസ്റ്റം കിറ്റ് ആണോ ഫുള്ള്? അതെ ഫുള്ളി സ്പോട്ട് കിറ്റ് നമ്മൾ മേഡ് ചെയ്ത് കിറ്റാണ്. ഓക്കെ ഇതിന്റെ അത് നമ്മൾ എയർ സസ്പെൻഷൻ കിറ്റ്. വണ്ടി ഓടി വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്യാവോ? ഒന്ന് അൺലോക്ക് ചെയ്യാവോ? ചെയ്തിട്ടുണ്ട്. നമ്മള് പിന്നെ ഇതിനകത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ക്ലീൻ നമുക്ക് ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നോ? അതിന്റെ പുറകിലും കൂടെ ഒന്ന് ക്യാമറ ഒന്ന് വ്യൂ ചെയ്തോ കേട്ടോ. ഓക്കെ ഓക്കെ ടിപ്പ് ചെയ്തിട്ട് Look at the exhaust. It's very fantastic, amazing exhaust. ബ്രേക്കും ആക്സിലേറ്ററും മാത്രം ഈ ബൈക്കിന്റെ ടോപ്പ് ടോപ്പ് സ്പീഡ് സ്പീഡ് 280. നിങ്ങൾ ഇത്രയും ഈ വണ്ടി ഇത്രയും പണിയാനുള്ള റീസൺ, അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും വണ്ടിയായിട്ട് ഇമോഷണലി എന്തെങ്കിലും? ഓക്കെ ഓക്കെ അല്ലാണ്ട് വേറെ സ്പെഷ്യാലിറ്റി വണ്ടിക്ക് എന്തെങ്കിലും അങ്ങനത്തെ സ്പെഷ്യാലിറ്റി? എനിക്ക് വേറൊരു രാജ്യത്ത് പണിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പണിയാണ്. റെഡ് ഡ്രാഗൺ എന്ന പേരിടാൻ എന്തെങ്കിലും കാരണം? ഈ ബൈക്കിന് നമ്മുടെ ഒരു 8.5 ഡ്രാഗൺ എഞ്ചിൻ റൂം ഒന്ന് കാണിക്കാവോ? ഞങ്ങളെ എഞ്ചിൻ റൂം ഒന്ന് കാണിക്കാവോ? എഞ്ചിൻ റൂം ഫുള്ളി ലോക്ക്ഡ് ആണ്. ലോക്ക്ഡ് ആണല്ലേ? Okay, fine. Yeah, great. Right now the guests are evacuating car number 3. ഇത് നമ്മുടെ വണ്ടിയാണ്. ബ്രോ ഇതും ബ്രോന്റെ വണ്ടിയാണോ? നിങ്ങളുടെ അല്ലേ ആ ഒരു പൂവിന്റെ ഒക്കെ വണ്ടി? അതും നിങ്ങളുടെ ഇത് രണ്ട് വണ്ടിയല്ലേ? അതെ ഇതിനെ പറ്റി കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇത് ഫുള്ളി പുറത്തുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ സ്പെഷ്യാലിറ്റീസ്? ചിക്കൻ കൺവേർട്ട് ചെയ്താണ്. ആരുടെ ഫോൺ അടിക്കുന്നുണ്ട്? ഒന്ന് ക്ലോസ്. ടോപ്പ് സ്പീഡ് 330. പക്ഷെ ഇത് ഒരു ഗ്യാങ് വണ്ടി ആ ഒരു രീതിയിലാണല്ലോ കാണാൻ. ലുക്ക് ഒരു ഏതേലും വണ്ടി ഇൻസ്പിറേറ്റഡ് ആയതാണോ? കുറച്ച് വലിയ വണ്ടിക്ക് വേണ്ടിട്ട് അങ്ങനെ ആക്കിയതാണ്. ഓക്കെ കാരണം നിങ്ങൾ അവിടെ യൂസ് ചെയ്ത യൂണിക്നെസിന് വേണ്ടി ഒരു പിങ്ക് ആൻഡ് ബ്ലാക്ക് യൂസ് ചെയ്തു. ബട്ട് ഹിയർ ഡെത്ത് ലെഗസി. ഗയ്സ് റേറ്റ് ദിസ്. ഞാനൊരു 10 ഒരു 6.5 6.5.
ഇതിന്റെ ഹുഡ് എന്താ നല്ല ഗ്ലാസ് ഒരു ഇങ്ങനെ ഇരിക്കുന്ന ട്രാൻസ്പെറന്റ് ആണോ? അല്ല നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. അത് കണ്ടു വെച്ചാ ഓ ഓക്കെ ഓക്കെ സൗണ്ട് ഓക്കെ എക്സോസ്റ്റ്. നമുക്ക് ഇന്റീരിയറോടെ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. എക്സോസ്റ്റ് ബാക്കിലാണല്ലേ, മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ ഒന്ന് ഇറങ്ങാവുന്ന ജസ്റ്റ് ഒന്ന് ഇതേപോലത്തെ സാർ ഇന്റീരിയർ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. നോക്കിയാൽ നോക്ക് സാറേ. ഓ ഇതിന്റെ ബോണറ്റ് തുറന്നു വെച്ചൊക്കെയാണല്ലേ? ആ അതെ 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 അതെ. ഓക്കെ ഓക്കെ. ഓ ഇന്റീരിയർ കൊള്ളാലോ. ഓക്കെ സാറേ പടത്തിലോട്ട് പോവാം. നൈസ് നൈസ്. Next, the guests are evaluating car number 4. നിസാൻ പാട്രോൾ. ഹലോ ഡ്രാഗ, എന്താ വണ്ടിയുടെ സ്പെക്കൊക്കെ എങ്ങനെയുണ്ട്? വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറ കേക്കട്ടെ. ഇത് V8 എഞ്ചിനാണ്. ഞാൻ ഫുള്ളി എഞ്ചിൻ ഫുൾ ട്യൂൺ ചെയ്തതാ. ഓക്കെ. ഇതൊരു 500 HP കയറും വണ്ടി. ഓക്കെ. പിന്നെ ഇത് സ്പെഷ്യലി ദുബായ് എഡിഷനാണ്. ഓക്കേ. ഇതിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എങ്ങനെയാണ് ഈ വെഹിക്കിളിന്റെ? ഓഫ് റോഡ് നമുക്ക് ഇതിന്റെ ഹാൻഡ്ലിംഗ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡുമായിട്ടും ഒരു ഏകദേശം ഒരു സെമി ആയിട്ടുള്ള എല്ലാ ടെറൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിലിംഗ് ഒക്കെ നൈസാണ്. വണ്ടിയുടെ ആ ഒരു ഇത് കളഞ്ഞിട്ടുമില്ല, എന്നാ വണ്ടി കുറച്ച് പണിയും ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഒരു ക്ലാസിക് ആസ്തെറ്റിക്സ് കീപ്പ് ചെയ്തിട്ടാണ്. അതാണ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സഫാരി എഡിഷൻ ആണോ? ഡ്രാഗൺ ഇതാക്കിയിട്ടില്ല. സഫാരിയാ? സഫാരി എഡിഷൻ ആണോ? മോനോ വണ്ടിയുടെ അവിടെ നിന്ന് മാറിയുന്നേ. എന്റെ അമ്പോ ബ്രോ, ഈ ഡ്രാഗൺ ഉണ്ടല്ലോ, ഇതൊക്കെ കസ്റ്റമാണല്ലേ നിങ്ങളുടെ? അതെന്താ ഡ്രാഗൺ ഒക്കെ കാരണം? നിങ്ങളുടെ പേരിന്റെ തന്നെ സാമ്യത ഒരു ഐഡന്റിറ്റി ആയിട്ട് വെച്ചാണോ? അതെ അതെ, ജസ്റ്റ് ഒരു മാച്ചിങ് ആയിട്ട് അകത്ത് ഞാൻ കൊടുക്കും. ലൈവാ ഞാൻ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. അതായത് ഞാൻ ലാസ്റ്റ് എക്സ്പോയിലും ശ്രദ്ധിച്ച ഒരു വണ്ടിയാണത് ആക്ച്വലി. അതെ അതെ അതെ, ഇത് എന്റെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. ഇതിന്റെ ടെർബോന്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കേറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ അന്ന് എനിക്ക് ചെക്ക് ചെയ്യാം. അന്ന് ജസ്റ്റ് ഒന്ന് ഓരോ ഷിഫ്റ്റ് മാറുമ്പോഴേ വരിക. ഓ ഗിയർ ഷിഫ്റ്റ് അനുസരിച്ച് വിസിൽ വരും. വിസിലിംഗ് സൗണ്ട് ഒക്കെ നീറ്റ് ആയിട്ടുണ്ട്. ആ വണ്ടി നോക്കിയും ഭയങ്കര സൗണ്ട് ആട്ടോ. ഒന്ന് റേസ് ആയിട്ട് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചേഞ്ച് ചെയ്യണം? അതായത് നമ്മള് മറ്റേ സ്പേസ് ബസ്സിൽ നിൽക്കിട്ട് ഇങ്ങനെ ഇതാക്കി വിട്ടാ മതി. ഒന്ന് റിലീസ് ചെയ്താ ഒരു ഇത് കിട്ടിയായിരുന്ന മറ്റേ ടെർബിന്റെ വിഷയം. അല്ല, എനിക്ക് വിസിലിംഗ് സൗണ്ട് കേക്കാം. സാറേ നെക്സ്റ്റ് ഇട്ടോ എന്തായാലും വണ്ടി കൊള്ളാം, അടിപൊളി. The guests are now checking out car number 5. സഗുരു ആ വണ്ടിയൊക്കെ വാല്യൂ ചെയ്യാൻ സഗുരു. വണ്ടി കുറെ ഉള്ള ആൾക്കാരല്ലേ. ഞാൻ അധികം വണ്ടി ഇട്ടിട്ടില്ല. ഇത് സ്പോർട്ടി കാറാണല്ലോ. സൗണ്ട് വിടുന്നായിരുന്നു കേൾക്കുന്നുണ്ടല്ലോ. സാറുണ്ട്. ഓക്കെ സാറിന് പിന്നെ സംസാരിക്കാം, നമുക്ക് സമയമില്ല. നമുക്ക് വണ്ടി
ഓക്കെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇത് പറഞ്ഞേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഇതിന്റെ ഓണർ സാറാണ് മാർക്ക് ഇടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചെറുതായിട്ടൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് അതായത് മീൻസ് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ താങ്കൾ വരുത്തിക്കുന്നതിനകത്ത്? മുകളിലെ റൂഫ് ചെയ്തിട്ടുണ്ട്. റൂഫ് ഇല്ലായിരുന്നു, ചെയ്ത്. ഓക്കെ സോ ഒരു കൺവേർട്ടബിൾ മോഡൽ ആയിരുന്നു. കൺവേർട്ടബിൾ മോഡലിനെ താങ്കൾ അതിനെ ഇതാക്കി റൂഫ് ടോപ്പ് ഇത് മെക്ലാറിനല്ലേ ഫിക്സ് ചെയ്തു. കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ കൺവേർട്ടബിൾ ആയിരുന്നില്ലേ അതിന്റെ ഒരു ഭംഗി ആക്ച്വലി? ഇത് മെക്ലാറിൻ 2 മോഡൽ വരുന്നുണ്ട്. വേറെന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഒന്ന് വണ്ടി ഓപ്പൺ ചെയ്യാവോ? ഇന്റീരിയർ ഈസ് ഓൾസോ ഗുഡ്. ഓക്കെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതാക്കിയിട്ടില്ല ഇന്റീരിയറിൽ. ബട്ട് നെക്സ്റ്റ് പോവാ. ഒരു പോളോ ബ്രോ വണ്ടിയെ പറ്റി എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ ഈ ലിവറി വൈ യു ചൂസ് ദിസ് ലിവറി എന്താണ് പ്രത്യേകത? പണ്ട് നമുക്ക് ചെറിയൊരു എന്റെ ഫാമിലി ട്രഡീഷണലി ഞങ്ങൾ ജപ്പാനീസ് നമ്മൾ അവിടുത്തെ ഒരു അവിടെ അടിച്ചതാണ്. നമ്മള് ജപ്പാനിൽ നിന്ന് വന്നതാണേ പണ്ട്. ജപ്പാനിൽ മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറച്ചായി ഇവിടെയാണല്ലോ ജപ്പാനിൽ പോയിട്ടില്ല. ഹലോ, ഓക്കെ വാല്യുവേഷൻ നടക്കാണ്. ഇവിടുന്ന് ബാക്കി ക്രൗഡൊക്കെ ഒന്ന് മാറിയിരിക്കേണ്ടതാണ്. ബാക്കി എല്ലാരും സംസാരിക്കണം. ഗ്രാഫിക്സ് കുറച്ച് പ്രശ്നമായിരിക്കുകയാണല്ലോ, ഭയങ്കര ഫെയ്ഡി ആയിട്ട്. അതായത് നമ്മള് ഫുള്ളി ഫിൽഡ് ആയിട്ട് വെച്ചിട്ട് ബാക്കിൽ മാത്രമേ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫീൽ ഇങ്ങനെ കാണുന്നുണ്ട്. കാരണം ബാക്കിയൊക്കെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടായിരുന്നു. ഇവിടെ സാറേ PD ഒക്കെ കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട്. അല്ല ഇത് സൈഡ് ഫുൾ സൈഡ് ഇത്രയും വെച്ചിട്ട് ബാക്ക് PD ബാക്ക് മാത്രമേ നോക്കുന്നുള്ളൂ നിങ്ങളുടെ? അല്ല ഇത് ഒരുപാട് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഊരാമല്ലോ. ബാക്കിൽ വെച്ചിട്ടില്ലെന്നെങ്കിലും പറയാലോ. എക്സ്പോക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ കൊണ്ടുവരണ്ടേ? നമ്മള് പെട്ടെന്ന് മേസ്തിരിയെ കിട്ടിയില്ല സാറേ, അല്ലെങ്കിൽ ഞാനൊന്ന് ബാക്കിലേക്ക് ഒന്ന് ചെയ്യിപ്പിച്ചാണ്. എക്സോസ്റ്റ് ഒക്കെ കൊള്ളാൻ നൈസ് ആയിട്ടുണ്ട്. ഇതിന്റെ റേറ്റിംഗ് ഞാൻ ഒരു 7 കൊടുക്കല്ലേ? 7 കുറച്ച് ട്യൂണിംഗ് ഒക്കെ 7.5 കൊടുക്കല്ലേ? ചെയ്തതാണ്. ഇപ്പൊ കറന്റ്ലി നമ്മള് പെർഫോമൻസ് ഒക്കെ ട്യൂൺ ചെയ്തതാണ്. കേട്ടില്ല. അല്ലാതെ നമ്മൾ സൗണ്ട് പ്യൂർ വണ്ടി. കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. ആ സ്റ്റോക്ക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ലിവറി മാത്രം ചേഞ്ച് ചെയ്തൊരു വെഹിക്കിൾ അല്ലേ? അല്ലല്ല സാറേ, നമ്മൾ ഹെഡ്ലൈറ്റ്സ് മാറ്റിയതാണ്, ഗ്രില്ലൊക്കെ മാറ്റിയതാണ്, ടൈൽ ലാംപ്സ് ഒക്കെ മാറ്റിയതാണ്. സാറേ അപ്പൊ നെക്സ്റ്റ് വണ്ടിലോട്ട് പോയാലോ? ഓക്കെ ഫൈൻ താങ്ക് യു. അയ്യോ വിന്റേജ് ഐറ്റം വിന്റേജ് കാറാണ് ഇത്. ഓൾഡ് വില്യാർഡിന്റെ G63 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് നമ്മള് ആക്ച്വലി ലൈക്ക് ഇത് വൺ ഓഫ് ദി റെയറസ്റ്റ് പീസ് ഇൻ ദ വേൾഡ് ആണ്. സോ അത് നമ്മൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ നല്ല ഒരു ഓൾഡ് കണ്ടീഷൻ ആയിരുന്നു. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ആക്ച്വലി ആരുടെ വണ്ടിയാണ്? അസ്രാലിന്റെ വണ്ടി തന്നെയാണോ അത്? ഓ അതാണ് ചോദിച്ചത്. ഷേക്കിന്റെ വണ്ടിയാണ്. അതെ അത് നമ്മുടെ കോഡ് നെയിം അസ്രായിലാണ് ഇട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ നമ്മളിതിന്റെ സ്ട്രൈപ്സ് ഒക്കെ നമ്മുടെ റോൾസ് റോയ്സ് പെയിന്റ് ചെയ്യുന്ന ആളെ കൊണ്ട് വരപ്പിച്ചതാണ്. ഹാൻഡ് പെയിന്റഡ് ആണ് ഇതിന്റെ സ്ട്രൈപ്സ്. ഓരോ സ്ട്രൈപ്സും ഹാൻഡ് പെയിന്റഡ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഇതിന്റെ ടോപ്പ് സ്പീഡ് നമുക്ക് കാണുമ്പോൾ നമുക്ക് വിൻഡേജ് കാണുന്നെങ്കിൽ നമുക്ക് 290 വരെ നമുക്ക് പോകാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് കസ്റ്റം ചെയ്താണ്. എഞ്ചിനൊക്കെ ഫുള്ള് നമ്മൾ കസ്റ്റം ചെയ്താണ്. നമ്മൾ ലെവൽ 3 ഇത് ചെയ്തിട്ടുണ്ട്. ബാക്കില് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ഈ ബാക്കില് ഈ ബാക്കില് ഈ സിസ്റ്റം ഏതാണ് വെച്ചേക്കുന്നത്? മ്യൂസിക് ഏതാണ്? ഈ ഊഫോസ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അത് 3 സബ് വൂഫർ ഉണ്ട്, ഒരു മെയിൻ ഉണ്ട്.
പിന്നെ ഇതില് LEDs എല്ലാം വരുന്നത് DRL ആണ്. നമ്മൾ പിന്നെ ഓൾഡ് കസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് ലുക്ക് കൊടുത്തിട്ടുണ്ടേ ഉള്ളൂ. എല്ലാം DRL ആണ് വരുന്നത്. കൊള്ളാം. ആ ഒരു വണ്ടിയെ നശിപ്പിക്കേണ്ട അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതില് കൊള്ളാം. അതായത് മോഡേണൈസേഷൻ ചെയ്തിട്ടുണ്ട് എന്നാ വിന്റേജ് ടച്ച് വിട്ടിട്ടില്ല. ഇതാണ് ഓൾഡ് ഈസ് ഗോൾഡ് നമ്മൾ പറയുന്നത്. ബുക്ക് വൈസ് കവർ അങ്ങനെ അലോയ്സ് എല്ലാം നമ്മൾ കോംപ്ലീറ്റഡ് ആണ്. ഓവർ ആക്കിയിട്ടില്ല. പുതിയൊരു വണ്ടിയാണെന്നുള്ള രീതിയിൽ പഴയ ആ ഒരു ക്ലാസിക് ലുക്ക്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സാറേ പടത്തിലോട്ടോ അല്ല Now the guests are evaluating car number 9. ഇത് എസ്കോർപ്പിന്റെ വണ്ടിയല്ലേ? ഇത് എക്സ്പോയിലുള്ള വണ്ടിയാണോ? അല്ല അതല്ല ചോദിച്ചേ, ഇത് എക്സ്പോക്ക് ഇട്ടേക്കുന്ന വണ്ടിയാണോ അതോ പരിപാടിക്ക് വേണ്ടി ഇവന്റിന് വേണ്ടി വന്ന വണ്ടിയാണോ? സ്പെഷ്യാലിറ്റി ഒക്കെ പറയാമോ? കേക്കുന്നില്ല. അതായത് എല്ലാ നാടൻ റോഡ് എല്ലാ റോഡും ഈസി ആയിട്ട് പോകും. പിന്നെ മലമുകളിലൊക്കെ പന്തിലിടേണ്ട അവസരങ്ങൾ വരുമ്പോ നമ്മൾ ഓഫ് റോഡ് ട്രക്കിങ്ങും ഹൈ റേഞ്ച് റൂട്ടൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നത് ഈ വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി മേക്ക് ചെയ്തത് കംപ്ലീറ്റ്ലി കസ്റ്റമാണ്. അതായത് ഈ മെറ്റൽ വരെ മേടിച്ച് നമ്മൾ ഷീറ്റ് പാട്ട മേടിച്ച് വളച്ച് ബോഡി ഒക്കെ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കൊളാമ്പി വർക്ക് ചെയ്യും, പക്ഷെ അനുവാദം കിട്ടിയിട്ടില്ല ഗവൺമെന്റ് സൈഡിൽ നിന്ന്. ഒരു വർക്ക് ഫ്രണ്ട്ലി ആണ്. Yes, write this. ഒരു 7, 8. ഓക്കെ കൊള്ളാം. വണ്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ നല്ല വണ്ടി. ഇച്ചിരി ടൈറ്റ് ആണ് നമുക്ക്. Car number 9. ഓക്കെ. ഈ കാറിന് ഓണർ ആയില്ല? ഓണറില്ല. ഇതിന് ഓണറില്ല. ഈ കാറിന്റെ ഓണർ ഉണ്ടോ? Requesting car number 9. Okay, we can move to the next one. Okay, ഇതിന്റെ ഓണർ. Now we are evaluating car number 10. സ്പെഷ്യാലിറ്റി ഒക്കെ ഒന്ന് പറയോ? സ്പെഷ്യാലിറ്റി ഒക്കെ വണ്ടിയുടെ പറയാം ബ്രോ. ഇതൊരു 3 ലിറ്റർ ഇൻലൈൻ 6 KG3 ടൂണ്ട് എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. 850 പ്ലസ് ഹോഴ്സ് പവർ, 900 പ്ലസ് ടയർ, 0 to 100 in 2.6 seconds. 2.6 seconds. Yeah. Wow. Okay. ഈ പറയണൊക്കെ ശരിയാണോ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങള്. ഇതിന്റെ ടോപ്പ് സ്പീഡ് 320. 320. ഈ വണ്ടിയുടെ ബാക്കിന് തീട്ടമാണല്ലോ വരുന്നത് സാറേ. അല്ല ഈ വണ്ടിയെ ഇല്ല ഈ വണ്ടിയെ പറ്റി പറയല്ലേ. വണ്ടി പറ്റി പറഞ്ഞു. ഈ ലിവറിയിലെ ഈ ചെയ്തിരിക്കുന്ന വർക്ക് അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? കാരണം അതിനകത്തൊരു ബോബോ എന്ന് കണ്ടു, അത് മാത്രമാണോ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതോ അല്ല ഈ പറഞ്ഞ സൂപ്പർക്ക് ഇത്രയും പവർ ഉള്ള വണ്ടിയാണോ? നിങ്ങൾ ഒരു ചോദിക്കുള്ള ചോദ്യം പറഞ്ഞ അവന്റെ അടുത്ത്. സെക്കൻഡ് ഹാൻഡ് ആണ്. ഈ സ്പോയിലർ ഇതിലുള്ളത് തന്നെയാണോ അതോ അഡീഷണൽ ആണ്? മാറുമല്ലോ. ഓക്കെ. ഇതിന്റെ അല്ല ഈ വണ്ടിയുടെ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞ ഫുൾ നെയിം എന്താ വണ്ടിയുടെ ശരിക്കും? ഫുൾ നെയിം എന്താ വണ്ടിയുടെ നിങ്ങളുടെ ഈ വണ്ടിയുടെ? സൂപ്പർ MK5. ഇതെന്താ ഈ മോൾ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്? 1v4 with AC just livery type ചെയ്തതാണ്. 1v4 മക്കളെ. MK5 ഞാൻ പറഞ്ഞ ശരിയല്ല. ഞാൻ പറഞ്ഞത് 1v4 എന്തോ 1v4 എന്നാണ് എഴുതിയേക്കുന്നേ. അത് പ്രായമായില്ലേ അപ്പൊ അതുകൊണ്ട് മനസ്സിലാവും. അതെ ഇതിന്റെ നമുക്ക് എഞ്ചിൻ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല ഇത് നമ്മള് ട്യൂൺ ചെയ്ത. അപ്പൊ ഈ എയർ ഇൻടേക്ക് ഒക്കെ അതൊക്കെ നമ്മള് ഇതാ പുറകിന്നാണ് കൊടുത്തേക്കുന്നത്.
ഇല്ല ഇൻടേക്ക് ഐ മീൻ ഇൻടേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവന് ഊതി കൊടുക്കും പൈപ്പിൽ കൂടി അകത്തെ കൂടി പൈപ്പ് ഇട്ടിട്ടുണ്ട്. അല്ല ഈ എയർ ഇൻടേക്ക് ഇല്ലാതെ ഈ ഇത്ര കസ്റ്റമൈസ് ആയിട്ട് ഒരു സാധനം ചെയ്യുമ്പോ ഇൻടേക്ക് ഇല്ലാണ്ട് ചെയ്യുന്നു തോന്നുന്ന സാറേ. അതാണ് ഞാൻ ചോദിച്ചത് അതിന്റെ ഒരു വെന്റോ ഓപ്പണിംഗ് ഒന്നും ഫ്രണ്ട് ഉണ്ട് നമ്പർ പ്ലേറ്റിന്റെ ബാക്കി കണ്ടില്ലേ? അടി ഫുള്ള് തുരുമ്പാണല്ല ഫ്ലഡഡ് ആണോ വണ്ടി? ഇതാരാണ്? അല്ലല്ല ഹലോ ബ്രോ ഇതല്ല കേക്കല്ലേ നമ്മൾ വണ്ടി ഇതാക്കെ ഇറക്കിയറേ നശിപ്പിച്ചവന്. മെക്യൂൻ ഇരിപ്പുണ്ടല്ലോ. കണ്ണാപ്പി വണ്ടിയെ പറ്റി സിറ്റിയിൽ അതിഭയങ്കരമായ കണ്ണാപ്പി എന്താണ് ഇങ്ങനെ ഒരു വെഹിക്കിൾ ഇറക്കാനുള്ള റീസൺ? ഇതൊരു ഫിക്ഷണൽ കാർ സ്പെക് ആണ്. ഫോർ റേസ് കാർ. പ്ലീസ് സംസാരിക്കാം. റിയൽ കാറിനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയല്ല, ഇത് റേസ് കാർ ആണ്. NASCAR എന്ന് പറഞ്ഞ സ്റ്റോക്ക് കാർസും പിന്നെ എ ബിറ്റ് ഓഫ് ഒന്നുകൂടെ പറയുന്നത് നാസ്കാറിന്റെ സ്റ്റോക്ക് കാറും പിന്നെ ബിറ്റ് ഓഫ് കോർവെറ്റ് വൈപ്പർ GT40 ഒക്കെ ഇത് ചേർത്തിട്ടാണ് ഇത് വണ്ടി ഫിക്ഷൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ റേസ് നമ്പർ 69 ആണ്. പിന്നെ ഇത് വണ്ടി പിസ്റ്റൺ കപ്പ് സീരീസ് ആണ്. ഈ മുകളിൽ അപ്പൊ 95 എന്ന് കൊടുത്തേക്കുന്നത് എന്താണ്? അല്ലല്ല അതിന്റെ ഫേവറേറ്റ് നമ്പറാണ് 95. എന്റെ റേസ് നമ്പറാണ് 69. റേസിംഗിന് പോയപ്പോഴത്തേക്ക് ആ നമ്പർ ഇട്ടിക്കാണല്ലോ അല്ലേ? എന്റെ ഫേവറേറ്റ് നമ്പർ മേളിലടിച്ചു. ഈ വണ്ടി അപ്പൊ കണ്ടിട്ടുണ്ട് മക്കളെ, കൊള്ളാം, നല്ല വണ്ടിയാ. പിന്നെ ടോപ്പ് സ്പീഡ് 200 mph ആണ്. ഏകദേശം കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 322 km/h. സിറ്റിയില് റേസിംഗിനുള്ള ഇറങ്ങിയിട്ടുണ്ടോ ഇനി മുന്നേ ഏതെങ്കിലും വണ്ടിയായിട്ട്? ഇറങ്ങിയിട്ടില്ല. ഇത് പറഞ്ഞോ ചാണക വണ്ടിയായിട്ട്. അല്ല പറഞ്ഞോ ചാണക വണ്ടിയായിട്ട് ചെറുതായിട്ട് റേസ് ചെയ്ത് എന്നിട്ട് ജയിച്ചോ? ഈ സ്പോർട്സ് കാർ ജയിച്ചോ? അതെന്ത് പറ്റി? അല്ല അതെന്ത് പറ്റി ജയിക്കാതെന്ത് പറ്റി? ഇത് സ്പോർട്സ് കാർ എന്നല്ല താങ്കൾ വിശേഷിപ്പിച്ചത്. ഇതിന്റെ എഞ്ചിൻ ഇന്ന് വന്നേ ഉള്ളൂ സാറേ സിറ്റിയിൽ. എന്താ താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. അതായത് എഞ്ചിൻ കണ്ണ് സിറ്റിയിൽ വന്നേ ഉള്ളൂ സാറേ വണ്ടി. അപ്പൊ ചാണക വണ്ടിയോട് തോറ്റു. അല്ല ചാണക വണ്ടിയോട് തോറ്റെന്ന് പറയുമ്പോ താങ്കളുടെ വണ്ടിയുടെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചാണക വണ്ടിക്ക് എന്താണ് സാറേ കുറവ്? അല്ല കുഴപ്പമില്ല. അല്ല നിങ്ങളോട് അല്ല നിങ്ങളുടെ വണ്ടി നിങ്ങൾ ഹോഴ്സ് അല്ല നിങ്ങളുടെ വണ്ടി നിങ്ങളെ വിശേഷിപ്പിച്ചത് സ്പോർട്സ് കാർ എന്നാണ്. അപ്പോ ചാണക വണ്ടിയായിട്ട് തോറ്റെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ചാണക വണ്ടി എപ്പോഴും നോർമലി ഒരു സ്ലോ സ്പെക് വണ്ടി ആയിരിക്കും എങ്ങനെയൊക്കെ നോക്കിയാൽ. അല്ല ചാണക വണ്ടി താങ്കളുടെ നാട്ടില് 300 മൈൽ സ്പീഡിലാണോ പോകുന്നത്? സാറേ ഹലോ ബ്രോ വണ്ടി ഒന്ന് ചെയ്യല്ലേ? ഇല്ല സാറേ സാറേ കത്തിക്കല സാറേ ഒന്ന് ഓപ്പൺ ചെയ്യാം വണ്ടി. സാറേ വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം. വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഹലോ വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം. വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാവോ? എഞ്ചിൻ ബേ സീൽഡ് ആണോ അതോ ഓപ്പൺ എഞ്ചിൻ സീൽഡ് ആണ് സാറേ. പിന്നെ സാറേ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. സാറൊന്ന് അകത്ത് കയറുമോ? ആ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ സാറിന് അറിയാൻ പറ്റും. അല്ല അകത്ത് കയറാൻ പറ്റുന്നില്ല, അതാണ് സ്പെസിഫിക്കേഷൻ. സാറേ ഇത് കൊള്ളാം. ഇത് എന്ത് സ്പെസിഫിക്കേഷൻ ആണെങ്കിലും അല്ല അല്ല സ്പെസിഫിക്കേഷൻ കൊള്ളാം. വണ്ടി കൊള്ളാം. വണ്ടിയുടെ ആ ഒരു ലിവറിയും മറ്റു കാര്യങ്ങളും അത് കൊള്ളാം, നീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ഭംഗി സാറേ കറക്റ്റ് നൈറ്റ് ആയിരുന്നു. വേണ്ടോ ലെഫ്റ്റ് സൈഡ് കണ്ടോ സാറേ? നമ്മൾ RPM ലെഫ്റ്റ് സൈഡിലോട്ട് സാധനം കയറി. സാറേ ഇത് നമ്മള് ഈ പൂരത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ സാറേ ഈ സ്പെസിഫിക്കേഷൻ ഇത് എന്താണെങ്കിലും കൊള്ളാം സംഭവം. നമ്മള് ഈ പൂരത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ
മറ്റേ തവളയൊക്കെ തവള വണ്ടിയൊക്കെ അതിന്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും വണ്ടിയെ പറ്റി അതിന് അല്ല ഇൻസ്പയർഡ് ആയത് അല്ല ഞാൻ സാറേ അത് ഹലോ താങ്കൾ അപ്പുറത്തെ വണ്ടിയുടെ അല്ല അപ്പുറത്ത് പോയി നിൽക്കോ പ്ലീസ്. ഇൻസ്പയർഡ് ആയത് അകത്തതാ അല്ല അകത്ത് ഇന്നൊരു സാങ്കേതിക തകരാറുള്ളതാണ് അനങ്ങാത്ത കണ്ണനങ്ങുമായിരുന്നു അങ്ങോട്ടും ആക്ച്വലി ഫ്രണ്ടിലത്തെ ജർമ്മൻ കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാ? അത് സാറേ എനിക്കതിപ്പോ എന്റെ ആയിട്ടുള്ള രീതിയിലല്ലേ എന്റെ വണ്ടി ഇറക്കിയത്. അപ്പം കുറച്ച് കാര്യങ്ങൾ എന്റെ ആയിട്ടുള്ള രീതിയില് അതാ നിങ്ങളെ യുണീക്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത ആണെന്നാ ചോദിച്ചത്. അങ്ങനെ എന്റെ യുണീക്നെസ് നിലനിർത്താൻ വേണ്ടി ചെയ്തതാ. പിസ്റ്റൺ കപ്പ് സീരീസ് എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അത് ട്രാക്കിന് ഓടിയായിരുന്നു. അത് ഇവിടുത്തെ ടെറൈൻ അല്ല ട്രാക്കിലാണ്. വേറെ എന്തോ ഒരു സ്പെക്ക് ഇടയ്ക്ക് പറയുന്നതായിട്ട് എന്തോ ലൈറ്റ് RPM-ന്റെ എന്തോ ഒരു സംഭവം പുറത്ത് ചെയ്തിട്ടുള്ളതോ വണ്ടിയുടെ യെല്ലോ കളർ ഇല്ലേ, യെല്ലോ ഫ്ലെയിം ത്രോവറിന്റെ കളർ ഇല്ലേ, അത് ഗ്രീനും മറ്റുമൊക്കെ ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. പിന്നെ സാറേ ഇതിന്റെ അകത്തുള്ള എല്ലാം കളേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. RPM കയറുന്ന കളേഴ്സ് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഈ ജർമ്മൻ ടയറിനൊക്കെ എഴുതിയേക്കുന്നില്ല സാർ, അതെല്ലാം ഫുൾ ഗ്ലോയിഡ് ആണ്. ആ ജർമ്മൻ ടയറിന് എഴുതിയേക്കുന്നത്, ജർമ്മൻ ഇയറിന് എഴുതിയേക്കുന്നത്. ഇഷ്ടമായി കേട്ടോ. ഇതിന്റെ ഓണർ ഡ്രാഗൺ ആണെന്ന് തോന്നുന്നല്ലോ. ഇത് നിങ്ങൾ രണ്ടു വണ്ടി ഉണ്ടല്ലോ അവിടെ? അതെ അതെ, ഇത് ഞാൻ സ്പെഷ്യൽ US ബിൽഡ് ചെയ്തൊരു കസ്റ്റമൈസ്ഡ് മോഡലാണ്. ഇതിന്റെ ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ് നമ്മൾ അവിടുന്ന് ഫുള്ളി പറഞ്ഞു ചെയ്യിച്ചത്, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ചെയ്യിച്ചത്. ഈവൻ ഇൻക്ലൂഡിംഗ് ദ ടയേഴ്സ് നമുക്ക് ഓൾ ടെറൈൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് ഏതൊരു ടെറൈനിലാണെങ്കിലും നമുക്കൊരു കംഫർട്ട് പ്ലസ് നമുക്ക് എല്ലാ വൈബും കിട്ടും, മനസ്സിലായ ആ ഒരു സ്പെഷ്യലി മേഡം. പിന്നെ ഇതിന്റെ എൻജിൻ എന്ന് പറഞ്ഞത് ട്വിൻ ലൈക്ക് 2 എൻജിനാണ്, മനസ്സിലായ. അപ്പോ ഇതിലൊരു V12-ന്റെ ഏകദേശം പവർ കിട്ടും നമുക്ക്. വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാവോ? അല്ല, ഇത് നമുക്ക് രണ്ടും യൂസ് ചെയ്യാം, ഓഫ് റോഡും ചെയ്യാം. അതിനനുസരിച്ച് ഓൾ ടെറൈൻ മോഡലായിട്ട് ചെയ്ത്. ഇതിനകത്തും ഡ്രാഗൺ എന്ന് പറയുന്ന ഫ്രണ്ടിലല്ലേ? അത് എക്സോസ്റ്റ് അല്ലേ? അത് എയർ ഇൻടേക്ക് ആണ് സാർ. എയർ ഇൻടേക്ക് അല്ലേ? സ്നോർക്കൽ എയർ ഇൻടേക്ക്. ചില സാധനത്തിന് എന്തോ ബഗ് ഉണ്ട് ബ്രോ, ചില വണ്ടി. ഓക്കേ, ഇതിന്റെ എൻജിൻ ബേ സീൽഡ് ആണോ അതോ? അതെ, ഇതിന്റെ സീൽഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് കസ്റ്റമൈസ് ചെയ്തോണ്ട് അതേപോലെ ഫുള്ളി പവർഫുൾ. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്താൽ ചിലപ്പോ ബോണറ്റ് തെറിച്ചു പവർ റൂട്ട്. ഇതിന്റെ സസ്പെൻഷൻ എങ്ങനെ? ഇതിന്റെ സസ്പെൻഷൻ സിസ്റ്റം എങ്ങനെയാണ്? ഏതാണ് വെച്ചേക്കുന്നത്? കേൾക്കുന്നു ഡ്രാഗൺ. ഇതിന്റെ സസ്പെൻഷൻ കാരണം അടിയിൽ ഞങ്ങൾക്ക് ഒരു ഫോക്സ് എന്നൊരു ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്, അതാ ചോദിച്ചത്. അതെ, ഇതും എല്ലാം ഇതിന്റെ എല്ലാ കമ്പോണന്റ് ഇൻക്ലൂഡിംഗ് സസ്പെൻഷൻ ആക്സസ് എല്ലാം നമ്മൾ ഫുള്ളി ചെയ്തതാ, മോഡ് ചെയ്തതാ. ഓക്കേ, ഈ സൈഡ് ബാസ്, ഫെൻറ്റേഴ്സ്, ഓക്കേ, റിംസ്, വീൽ കപ്പ്, ഐ മീൻ റിം, ഇതെല്ലാം എല്ലാം കസ്റ്റം. അതെ അതെ, ഇൻക്ലൂഡിംഗ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല് പോലും നമ്മള്. ഓക്കേ, ഒരു കാര്യം ചോദിച്ചു, എത്ര സീറ്ററാണ്? ഇത് 6 സീറ്റർ ആണ്. 6 സീറ്റർ ആണല്ലേ? അതെ, 6 സീറ്റർ ഇരിക്കാൻ പറ്റും. അകത്ത് 4 ഓപ്പണില്, ബാക്കില് 2. അതെ അതെ. പിന്നെ ഇത് വിന്റർ ആയതുകൊണ്ടാണ് ഞാൻ ബാക്ക് ഭാഗം ഒന്ന് തുറന്നിട്ടുള്ളത്. യൂഷ്വലി നമുക്ക് ഇതില് അഡീഷണൽ ആയിട്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പുറം ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ. ഓക്കേ, അത് സോഫ്റ്റ് ആണോ അതോ ഹാർഡ് ആണോ? എങ്ങനെ? അല്ല, അത് മെറ്റീരിയൽ ആണ് ഉദ്ദേശിച്ചത്. അതൊരു സെമി മെറ്റീരിയലാ, നമുക്കതൊരു ഫൈബർ ടൈപ്പ് മെറ്റീരിയലാ. പക്ഷെ അതൊരു ചീപ്പ് ക്വാളിറ്റി അല്ല, ഹൈ ക്വാളിറ്റി ഫൈബറാ. ലുക്ക് ലൈക്ക് ഹാർഡ് ടോപ്പ് പോലെ നിൽക്കും അല്ലേ? അതെ അതെ, കാണുമ്പോ ഒരു ഹാർഡ് ടോപ്പ് പോലെ. ശരിയാ, കറക്റ്റ്.
ഫസ്റ്റ് ബോബോടെ വണ്ടി ഒന്ന് പറയില്ലേ നിങ്ങൾ ഇത്രയും വണ്ടി കണ്ടിട്ട് പ്ലീസ്. എഞ്ചിൻ ഓണാകുമ്പോ നമ്മുടെ ഗ്യാങ്ങിനെ ഒഴിച്ച് നിങ്ങൾ അല്ലാണ്ട് പറയും. അതേ കളർ സാറേ ഒരു സെക്കൻഡ്. എത്ര സിആർ തന്നാലും ചന്ദ്ര ഫസ്റ്റ് തരാ? ഇല്ല ഇല്ല അങ്ങനെയല്ല ശരിക്കേ. എന്താ ചന്ദ്ര? ഇല്ലില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇത് നമ്മള് ആ ഒരു സംഭവം നമ്മള് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഒന്നും പറഞ്ഞില്ലല്ലോ സാറേ, സാറധികം കേട്ടോ? കേൾക്കായിരുന്നു പറഞ്ഞത്. അയ്യോ മകളെ എല്ലാരും കേട്ടായിരുന്നു. ഇല്ലല്ല ഞാൻ ഒന്നും ഫസ്റ്റ് ഡ്രാഗന്റെ മറ്റേ ആ വണ്ടിക്ക് കൊടുക്കണം. എങ്ങാനും ഷേക്കിന്റെ വണ്ടിക്ക് അടുത്ത സാർ അടുത്ത സമയം സാർ അടുത്ത വണ്ടി വെക്കാം. ഓക്കെ ബ്രോ ഇതിന്റെ സ്പെക്ക് ഒന്ന് പറയാമോ? ഇത് ആരാ വണ്ടി ഇത്? ബേബി സ്പെക്ക് എങ്ങനെയാടാ? ഇതൊരു 2015 മോഡൽ പോളോയാണ് സത്യം പറഞ്ഞ. പിന്നെ ജർമ്മനിന്ന് ഇതിന്റെ പാർട്സ് ഒക്കെ, അതായത് ഗോൾഫിന്റെ പാർട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാനത് പോളോയില് മാറ്റിയേക്കണയാണ്. അതായത് പോളോ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് ഗോൾഫ് ആക്കിയേക്കണയാണ്. താങ്കളുടെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് ബേബി. അല്ല നമ്പർ പ്ലേറ്റ് ഞാൻ ബോബോയിന്ന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചേ. അത് എന്റെ സുഹൃത്തിന്റെ പേരാണ്. ഞാൻ ഓർമ്മക്ക് ആള് മരിച്ചോ? ഓർമ്മയായില്ല, ആവുമ്പോ ഓർമ്മയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മുമ്പ് മെമ്മറിയൽ ആക്കിയല്ലേ മക്കളെ? അത് കൊള്ളാം കേട്ടോ. മരിച്ചു കഴിഞ്ഞിട്ട് മെമ്മോറിയൽ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. പുള്ളിയുടെ ഒരു സ്നേഹത്തിനെന്ന് പറഞ്ഞ ഓക്കെ ആയിരുന്നു. ആ കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞ ബാക്കി പറഞ്ഞു. ഈ വണ്ടിയുടെ എല്ലാ കിറ്റും കാർബൺ ഫൈബറിൽ ചെയ്തേക്കണയാണ്. ചെയ്തിട്ട് പെയിന്റ് ചെയ്തേക്കണേ. കാർബൺ ഫൈബർ ചെയ്ത് പെയിന്റ് അടിച്ചാ? അങ്ങനെ ചെയ്തേ കാർബൺ ഫൈബർ കളർ ഇഷ്ടമല്ല, പക്ഷെ യൂസ് വേണം. അപ്പൊ നമുക്ക് കളർ ഇത് വേണം. അപ്പൊ അങ്ങനെ ഇപ്പൊ മുകളിൽ പെയിന്റ് അടിച്ചു. അത്രയായിരുന്നു. അത് എന്ത് മെറ്റീരിയൽ ഉണ്ടാ പെയിന്റിങ് കോട്ടിംഗ് ഒക്കെ ചെയ്തത്? കാരണം കാർബൺ ഫൈബറിൽ സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ നോർമലി പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും. കാർബൺ ഫൈബറിന്റെ മുകളിൽ പുട്ടിയിട്ടിട്ട് നമ്മൾ നൈസിനെ പുട്ടിയിട്ടിട്ട് ബ്രോ എന്ത് ബ്ലണ്ടർ ആണ് ബ്രോ വിളിച്ചു പറയുന്നത്? ഇതൊരു കാർ ഷോ അല്ലേ ബ്രോ? പുട്ടിയാ ബ്രോ? അല്ല ബ്രോ, കാർബൺ ഫൈബർ തന്നെയാണോ സ്വർണ്ണമാണോ ബ്രോ അടിച്ച് വളച്ചത് ഈ വണ്ടി ഉണ്ടാക്കാൻ? എവിടെ പിത്തള കളറില്ല? അത് സ്വർണ്ണ കളർ ഇഷ്ടമല്ലാത്തോണ്ട് പെയിന്റ് അടിച്ചാണോ? ഗോൾഡ് കാണുന്നില്ല, ഗോൾഡ് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. ശരി ശരി, താങ്കളൊന്ന് ആ പെയിന്റ് ഗോൾഡിന്റെ കളർ കാണിച്ചു തരുമോ മിസ്റ്റർ ബോബോയ്? അല്ല ബോബോയ് ഇത് കാണിച്ചാ പെയിന്റ്? അവ പറഞ്ഞാണ് ഗോൾഡ് ഒന്ന് കാണിച്ചാ ബോബോയ്? അപ്പൊ നിങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ വണ്ടി പുക പിടിച്ചാണെന്നാണ് പറയണേ? അല്ല ബ്രോ, നിങ്ങളെ കൂട്ടുകാരൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം കൊണ്ട് പ്ലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എവിടെ തോക്ക്? വണ്ടിയുടെ ഓണർ മാത്രം പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ മാറിയുന്നോ? അത് നല്ലതായിരിക്കും മക്കളെ, ഓണർ പറയട്ടെ. ഇല്ല അവരെ സുഹൃത്തുക്കളെ നിന്നോട്ടെ, കുഴപ്പമില്ല. അവർക്ക് വണ്ടി കത്തിക്കാൻ കുറച്ചേരം നോക്കുന്നുണ്ട്, കുറച്ച് നേരമായിട്ട്. നടക്കട്ടെ അത് അതിന്റെ വഴിക്ക്. നമ്മുടെ വണ്ടി പൊട്ടിക്കാൻ നോക്കുക. ഇന്നർ കോട്ടിംഗ് ആണ് ഗോൾഡ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഗോൾഡ് മെൽറ്റ് ആവൂല. അതിന്റെ മുകളിലൂടെ എന്താ മെറ്റീരിയൽ? അപ്പൊ അതിന്റെ മുകളിൽ എന്താ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ എഞ്ചിൻ ബ്ലോക്ക് ഗോൾഡ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ബാക്കിയുള്ള മെറ്റീരിയൽ എന്താ യൂസ് ചെയ്തിരിക്കുന്നതില്?
ബ്രോ ഇത് ബ്രോ ഇത് ഓടിക്കാൻ തന്നെയാണോ ഈ വണ്ടി യൂസ് ചെയ്യണേ അതോ പാത്രം ഗോൾഡ് എന്താടാ ബേബി പറയണേ കുറച്ചെങ്കിലും മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്ക് വണ്ടി എക്സോസ് ഉണ്ടെന്ന് കാണിച്ച് കേൾപ്പിച്ചു തരാമോ ഞങ്ങൾക്ക്? എക്സോസ്റ്റ് പ്രത്യേകം പറയാം, ഇത് എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം ആണ്. ഇതിന്റെ ഹെഡർ തൊട്ട് ബാക്ക് വരെ എസ്എസിന്റെ പൈപ്പ് വെച്ച് അടിച്ചാണ്. എസ്എസിന്റെ പൈപ്പാ? സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് നീ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണോ അതോ സ്റ്റീൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാണോ? ഇല്ല, ഗോൾഡ് പൂശി. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. വണ്ടി എത്ര വെയിറ്റ് കാണും? പ്ലാസ്റ്റിക് പൈസ കൊടുത്ത് വണ്ടി ഇത്ര പൈസ കൊടുത്ത് വന്നത് വണ്ടിനെ കോമാളിയാക്കല്ലേ? അല്ല ബ്രോ പറഞ്ഞത് വെച്ചിട്ട് ഞങ്ങൾ അല്ല നമ്മൾ ഇത്രയും വണ്ടി നിരീക്ഷിച്ചതില് ഭയങ്കര കാട ഒരു ലോക്കൽ ലുക്കും ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഉണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞത് മനസ്സിലായില്ലേ? ലുക്ക് ലോക്കൽ ആണെങ്കിലും സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. ഗോൾഡ് അല്ലേ? സാർ ഒന്ന് ഓണെ കാണിക്കാവോ? വണ്ടി ഒന്ന് ഓണാക്കി എക്സോസ്റ്റ് ഒന്ന് ചന്ദ്ര കൊച്ചേ ബ്രേക്ക് സ്റ്റാർട്ട് അല്ല ഈ വണ്ടിക്ക് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താ സ്റ്റാർട്ട് ചെയ്യണം. എടാ ഓണാക്ക, നീ വണ്ടി ഓണാക്കി എങ്ങനെയെങ്കിലും ഓണാക്ക് നിന്റെ വണ്ടി. ബ്ലൂടൂത്താ ഇതിലെങ്ങനെയാണ് അലക്സയോട് പറഞ്ഞാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബ്ലൂടൂത്താ അത്. ഇതെന്താണ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് സ്പീക്കറാ. പിന്നെ ഞാൻ സ്പെഷ്യലി ജർമ്മനിയിൽ ഇമ്പോർട്ട് ചെയ്ത ഹോണാണ് ഈ വണ്ടിക്ക്. ജർമ്മനിയിൽ സ്പെഷ്യലി ഇമ്പോർട്ട് ചെയ്ത ഹോൺ. ഓ അത് കൊള്ളാം. അതൊരു വെറൈറ്റി ആണ്. നമ്മൾ ഇത്രയും വണ്ടി നോക്കിയാല് വണ്ടി സ്പെഷ്യൽ ആയിട്ട് പറയാൻ ആ ഒരു ഇത് ഉണ്ട്. അല്ല ചന്ദ്ര, ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ ഇന്ത്യ കൊണ്ട് കേട്ടോ. കണ്ണാപ്പിട വണ്ടിക്ക് വെക്കേണ്ട ഫോണാണ്. കൊള്ളാം. അല്ല കഴിഞ്ഞില്ല. സാറി ഈ ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ആണോ? ഫാസ്റ്റ് ആക്കാം വിടുന്നില്ല അതുകൊണ്ടാ. സോറി, നമ്മുടെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കേക്ക് പ്ലീസ്. അല്ല മതി വണ്ടിയുടെ മൊത്തത്തില് കൊള്ളാം. അപ്പോ അത് കൊള്ളാം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടെ. അത് ഓക്കെ. സാറേ നമുക്ക് സമയം വേസ്റ്റ് ആക്കല്ല. കുറച്ച് കൂടുതൽ വണ്ടിയിലോട്ട് പോയി. ടോട്ടലി ടൈം വേസ്റ്റ്. ഈ വെഹിക്കിളിന്റെ ഓണർ ആരാ? ഞാനാണ്. ആക്ച്വലി ഇത് ടൊയോട്ടയുടെ സൂപ്പറാണ്. ന്യൂ മോഡലാണോ? അല്ലല്ല, കുറച്ച് ഓൾഡ് ആണ്. 21 മോഡലാണ് വരുന്നത്. ആക്ച്വലി ഈ വണ്ടിക്ക് ഇപ്പോ ഒരു 3 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, വിത്ത് ടർബോ ചാർജ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു 382 ഹോഴ്സ് പവർ വണ്ടിക്ക് ഉണ്ട്. ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയാനായിട്ട് സിറ്റിയിൽ ഇപ്പൊ 250 ആണ്. അത് എഞ്ചിൻ വരുന്നത്. ആക്ച്വലി ഞാൻ ഇതിന്റെ എഞ്ചിൻ കവർ മാറ്റിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ട്. അതിന്റെ ഫാനൊക്കെ ഉണ്ട്. ഞാനൊരു വണ്ടി ഫുൾ ആയിട്ട് ഒരു വയലറ്റ് തീമിലാണ് ഉദ്ദേശിച്ചുള്ളത്. അതാണ് എഞ്ചിന്റെ ഉള്ളിലും നമ്മള് അതിന്റെ അകത്തും പേൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ തന്നെ ഒരു ഇതുണ്ട്. കൊള്ളാം. ഗോൾഡൻ കളർ പ്ലേറ്റിംഗ് കാണുന്നുണ്ടല്ലോ. അത് ഗോൾഡ് ആണോ അതോ പ്ലേറ്റഡ് ആണോ? അത് ഹീറ്റ് ആയിട്ട് അപ്പൊ അവര് അത് നമ്മൾ ഗോൾഡൻ തീം കൊടുത്തത്. കാരണം നമുക്കത് ഹീറ്റ് ആകുമ്പോ അത് കളർ മാറൂല. അപ്പൊ അവര് തീം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ അങ്ങനെ നിൽക്കൂലോ. അപ്പൊ അങ്ങനെ ഒരു സ്കീമിൽ ചെയ്ത. അതേപോലെ തന്നെ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ളത് മെറ്റാലിക്കിലും ഒരു 5% ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടയർ ആണെങ്കിൽ നമ്മളൊരു 13 ഡിഗ്രിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും. അതേപോലെ തന്നെ നമുക്ക് ബാക്കില് ഇത് ചെയ്തിട്ടുണ്ട്, ടർബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിക്ക് ടയർ വെട്ടിത്തേയും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല? ഇല്ല, ആക്ച്വലി ഞാൻ ഈ വണ്ടി എടുത്തിട്ടേ 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ നമുക്കത് എന്തായാലും നമ്മൾ വണ്ടി മോഡ് ചെയ്യുമ്പോ നമ്മളൊരു ഇതിൽ ചെയ്ത് നോക്കണല്ലോ. എയർ സസ്പെൻഷന്റെ ആണോ ബാക്കില്? അല്ല, നമുക്ക് ടർബോ ടർബോന്റെ ആണ്. 6 ലൈൻ ടർബോ
പെർഫോമൻസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു 100 കിലോമീറ്റർ ഒരു ഇൻ ബിറ്റ്വീൻ 6 സെക്കൻഡ്സിനുള്ളിൽ വണ്ടി കയറുന്നുണ്ട്. അതേപോലെ നമുക്ക് ടർബോ ഉണ്ടല്ലോ അപ്പുറത്തുണ്ടല്ലേ? ബ്രോ ഓക്കെ 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 നൈസ് ബ്രോ നൈസ് നൈസ് നൈസ്. ഇതിന്റെ ഓർഡർ പറ. കം ബാക്ക് മാക്സേ ബ്രോ. ഹലോ 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 ഹലോ. വണ്ടിക്ക് നോക്കിയില്ലേ? അഡീഷണൽ കിറ്റോ അങ്ങനെ എന്തെങ്കിലും ചന്ദ്രമക്കള് വന്നു. ഓക്കെ XUV ആണല്ലോ, ഒരു XUV ടൈപ്പ് ആണ്. ഓക്കെ. വേറെ വെഹിക്കിൾസ് ഉണ്ടോ? ഇനി വേറെ അപ്പുറത്തുണ്ട് മക്കളെ, വാ. അപ്പുറത്തുണ്ട്. ഓക്കെ ഓക്കെ സാർ ഒന്ന് വരാവോ? ഇതിന്റെ ഒരു ഇവിടെ വെച്ചിട്ടുള്ള പറഞ്ഞു അല്ല 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 ചെറിയ ഡിസ്കഷൻ ഇതിനെ ഇവിടെ കണ്ടു വെച്ചിട്ടുള്ള ചെറിയ ഡിസ്കഷൻ. നിങ്ങളൊരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവിടെ വെച്ചിട്ടുള്ള കണ്ടു വെച്ചത് പറഞ്ഞു നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട്. ഒരു കാര്യം പറയാനുള്ള വെച്ചാലേ ഈ സെയിം ഇവിടെ നമ്മളിപ്പോ ചെക്ക് ചെയ്ത കസ്റ്റം വണ്ടികൾ തന്നെ ഒരു 3-4 കൂടെ അപ്പുറത്ത് കാറ്റഗറിയിൽ വരുന്നത്. മനസ്സിലായി മനസ്സിലായി. നമ്മള് നോർമലി ഇവിടെ നമ്മള് മറന്നു പോകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് അല്ല സ്റ്റീവേ ബ്രോ എടാ നീ പറഞ്ഞ കേട്ടാണ് സ്റ്റീവേ. അതായത് ആളൊരു വെഹിക്കിൾ കാർ എന്തൂസിയാസിസ്റ്റ് ആണ്. അപ്പൊ സാറേ എനിക്കിവിടെ തോന്നിയതില് പേഴ്സണലി എനിക്ക് പെട്രോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിവിടെ എൻ്റെ ടോപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പ്ലെയിനിങ് ആയിരുന്നു. പുള്ളിക്ക് വണ്ടിയുടെ ഭംഗി കളയാതെ അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് തോന്നി പുള്ളി. ആ വണ്ടിയുടെ കാര്യം പറയുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീൽ തോന്നിയായിരുന്നു. പിന്നെ ആ 6x6 നമുക്ക് ഇതിന്റെ കാറ്റഗറി കൂട്ടാൻ പറ്റില്ല ആക്ച്വലി. ഈ കിടക്കുന്ന എനിക്ക് ആ വിന്റേജ് പിന്നെ അതും കൊള്ളാൻ തോന്നി. വിന്റേജ് അതും മീൻസ് അതിന്റെ എന്താ പറയാ പെർഫോമൻസ് ലെവൽ നമ്മൾ നോക്കിയിട്ടില്ല. അത് അതൊരു മോഡൽ ക്ലീൻ ആണ്. മോഡൽ നല്ല രീതിയിൽ അതെ, അതിന്റെ ഇന്റീരിയേഴ്സും എല്ലാ കാര്യങ്ങളും നല്ല നീറ്റാണ്. അത് ആ പഴയ ആ ഒരു ക്ലാസിക് ടച്ച് നിർത്തിക്കൊണ്ട് തന്നെ പുള്ളി മോഡിഫൈ ചെയ്തു. ആ ഷെയ്ക്കിന്റെ കാർ എന്ന് പറയുന്നത് ഏതാണ്? അതാണ് നമ്മൾ ഇതാക്കിയത്. അത് പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ തേർഡായിട്ട് എനിക്ക് പറയാ സാറിന്റെ എന്താ തോന്നിയ? എനിക്കതിൽ ഒരു കൺഫ്യൂഷൻ ആണ് ആക്ച്വലി. അവിടെ കിടന്ന ആ സുപ്രയും അതുപോലെ അപ്പുറത്തൊരു ഇതുണ്ടായിരുന്നല്ലോ, രണ്ട് സൂപ്പറാണ്. രണ്ട് സൂപ്പറാണ് ശരിയാ. ആ രണ്ട് സൂപ്പറേയും വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിലൊരു തീരുമാനം. നമ്മുടെ മൈൻഡിൽ വെച്ചേക്കാം. ബാക്കിയൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ.